വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പിന്റെ പരസ്യവണക്കം നവംബർ 21-ന് ഓൾഡ് ഗോവയിലെ സേ കത്തീഡ്രലിൽ ആരംഭിച്ചു. 2025 ജനുവരി 5-ന് പരസ്യവണക്കം സമാപിക്കും. 2 വർഷത്തെ ആത്മീയ ഒരുക്കങ്ങൾക്ക് ശേഷമാണ് പരസ്യവണക്കം ആരംഭിക്കുന്നത്. പാരമ്പര്യമായി 10 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വിശുദ്ധന്റെ തിരുശേഷിപ്പ് പരസ്യവണക്കത്തിനായി വെക്കുന്നത്. രാവിലെ 9:30-ന് ബോം ജീസസ് ബസിലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഡൽഹി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ ജോസഫ് തോമസ് കുട്ടോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുശേഷിപ്പും വഹിച്ച് സേ കത്തീഡ്രലിലേക്ക് പ്രദക്ഷിണം നടത്തപ്പെട്ടു. ജനുവരി 4 വരെ രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെ പരസ്യവണക്കം അനുവദിക്കും. വിശുദ്ധ തോമാസ് ലീഹായ്ക്ക് ശേഷം 16-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ സുവിശേഷം പ്രഘോഷിക്കാനെത്തിയ ഈശോ സഭാംഗവും സ്പെയിൻകാരനുമായ പ്രേഷിതനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. 1541-ൽ ഫ്രാൻസിസ് തന്റെ പ്രേഷിത പ്രവർത്തന മേഖല ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ഇന്ത്യക്ക് പുറമെ തായ്വാൻ, ഫിലിപ്പീൻസ്, മലേഷ്യ, ജപ്പാൻ, ചൈന എന്നീ രാജ്യങ്ങളിലും വിശുദ്ധൻ സുവിശേഷ പ്രഘോഷണം നടത്തി. 10,000-ങ്ങളെ യേശുവിലേക്ക് അടുപ്പിച്ചു. ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നശിച്ചാൽ എന്തു ഫലമെന്ന് ഇഗ്നേഷ്യസ് ലയോള ഉദ്ധരിച്ച ദൈവവചനമാണ് ഇഗ്നേഷ്യസിന്റെ സുഹൃത്തുകൂടിയായ ഫ്രാൻസിസിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. 1537-ൽ ഇരുവരും വൈദികരായി. തുടർന്ന് ഇവർ 7 പേരടങ്ങിയ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് 1540-ൽ സൊസൈറ്റി ഓഫ് ജീസസ് സ്ഥാപിച്ചു. പോൾ മൂന്നാമൻ മാർപ്പാപ്പയുടെ ആശീർവാദത്തോടെ ഈ സഭ തീവ്രമായ മിഷണറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പോർച്ചുഗീസ് രാജാവ് ഗോവയിലെ മിഷണറി പ്രവർത്തനത്തിനായി ഈശോ സഭയുടെ സഹായം തേടിയപ്പോൾ ഫ്രാൻസിസ് സേവ്യർ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ച് ഗോവയിലെത്തി. പ്രഭുകുമാരനായി ജീവിച്ചിരുന്ന ഫ്രാൻസിസ് നിർധനരും നിരാലംബരുമായ മനുഷ്യരോടൊപ്പം ചേർന്ന് ലളിതമായ ജീവിതം നയിച്ച് ദൈവവചനം പ്രഘോഷിച്ചു. സാൻസിയൻ ദ്വീപിൽ വെച്ച് മാരകമായ പനി പിടിപെട്ട് 1552 ഡിസംബർ 3-ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നിത്യജീവനിലേക്ക് യാത്രയായി. 1 വർഷത്തിന് ശേഷം ഭൗതികാവശിഷ്ടം ഗോവയിൽ എത്തിക്കാനായി പോർച്ചുഗീസുകാർ ശവകുടീരം തുറന്നപ്പോൾ മൃതശരീരത്തിന് യാതൊരു കേടുപാടുമില്ലാത്തതായി കാണപ്പെട്ടു. 1553 ഡിസംബർ 11-ന് ഈ ശരീരം ഗോവയിൽ എത്തിക്കുകയും 1554 മാർച്ചിൽ പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്തു. 1622 മാർച്ച് 12-ന് പോപ്പ് ഗ്രിഗറി 15-മൻ ഫ്രാൻസിസ് സേവ്യറിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഡിസംബർ 3-നാണ് വിശുദ്ധന്റെ തിരുനാൾ. 1637-ലാണ് വിശുദ്ധന്റെ ഭൗതിക ശരീരം സിൽവർ കാസ്കറ്റിലാക്കി ഓൾഡ് ഗോവയിലെ ബോം ജീസസ് ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ളതാണ് ചരിത്രപ്രസിദ്ധമായ ഈ പള്ളി. വിശുദ്ധന്റെ ഭൗതികദേഹം വണങ്ങുന്നതിനായി ഇതിനോടകം ഗോവയിലേക്ക് 100 കണക്കിന് തീർത്ഥാടകരാണ് എത്തിയിരിക്കുന്നത്. ലോകമെങ്ങും നിന്നുള്ള തീർത്ഥാടകരെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ഗോവ സർക്കാർ സജ്ജമാക്കിയിട്ടുള്ളത്. തീർത്ഥാടകരെ പനാജിയിൽ നിന്ന് റിബാൻഡർ വഴി ഓൾഡ് ഗോവയിലേക്ക് എത്തിക്കാൻ പ്രത്യേക ബസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ചർച്ച് ഡെസ്ക്, ഷെക്കീന ന്യൂസ്.